ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ പത്താം ക്ലാസ്സുകാരുടെ പത്താം ക്ലാസ്സുകാരുടെ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെസനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടും കാര്യങ്ങളും കിട്ടുക. ആദ്യമായിട്ട് അതിൻ്റെ ക്ലാസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കുക. സോ എന്താണടാ ഈ ഫാൻറ്റസി, റിയൽ ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ റിയൽ ലൈഫിൽ നടക്കാത്ത കുറച്ച് ഇൻസിഡൻസ്, അല്ലേ, ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത ഈ ഫാൻറ്റസി വേൾഡ് അല്ലെങ്കിൽ മാജിക്കൽ വേൾഡിൽ മാത്രം നടക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ഒരു ചാപ്റ്ററാണ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് ഡയറക്റ്റ്ലി ലെസണിലേക്ക് പോവാം. സിമ്പിൾ ലെസനാണ്. ഓക്കെ. സോ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എന്താണ് ഈ എനോർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നറിയോ? വലിയ എന്ന് പറഞ്ഞാൽ എന്താണ് എനോർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഈ ലെസൻ്റെ മീനിങ്. ഒരു ഓൾഡ് മാൻ എന്തുണ്ട്, ഒരു വലിയ ചിറകുള്ള ഒരു ഓൾഡ് മാനെ പറ്റിയിട്ടാണ് നമ്മളുടെ ഈ പറയുന്ന ലെസൺ. ഇതിൽ നമുക്ക് മെയിനായിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ, അതുപോലെ തന്നെ എന്താ പറയുക, പ്രൊഫൈൽ റൈറ്റിംഗ്, നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിൻ്റെ പ്രൊഫൈൽ റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമുക്ക് ലെസണിലേക്ക് പോവാം. The light was weak even at noon when Peleo was coming back to the house. It was hard for him to see what was moving and grooming in the rear of the courtyard. എന്താണ് പറയുന്നത്? നമ്മുടെ അടുത്ത ഫസ്റ്റ് ക്യാരക്ടറാണ് ആര്? പെലയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഉച്ച സമയം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താണ്, ലൈറ്റൊന്നും ഇല്ല, കുറച്ച് ഡാർക്കായിട്ടുള്ള ക്ലൈമറ്റും വെതറും കാര്യങ്ങളൊക്കെയാണ്. ആൾ വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് എന്താണ്, ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്താണ്, ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഇങ്ങനെ ഇളകുന്നുണ്ട്, പക്ഷേ വലിയ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് നല്ല ഡിസ്റ്റർബ്ഡ് ആണ്. ആൾക്ക് എന്താണ് പ്രോപ്പറായിട്ട് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. He had to go very close to see that it was an old man, a very old man. അതിൻ്റെ അടുത്തേക്ക് നന്നിങ്ങനെ ചേർന്ന് അടുത്തെത്തേണ്ടി വന്നു. എന്തിന്? നമ്മുടെ പെലയോന് അതൊരു വയസ്സായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്യേണ്ടി വന്നു? അത്രയും അടുത്തേക്ക് പോകേണ്ടി വന്നു. The man was lying face down in the mud. എന്താണ് നമ്മുടെ ഓൾഡ് മാൻ ചെയ്യണത്? മണ്ണിലേക്ക് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് കിടക്കുകയാണ്. In spite of his tremendous efforts, the man couldn't get up, embedded by his enormous wings. അപ്പോൾ എന്താണ്, നമ്മുടെ ആ ഓൾഡ് മാൻ, നമ്മുടെ ആ മുത്തച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്? മെല്ലെ കയ്യൊക്കെ കുത്തി ഇങ്ങനെ നീക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളുടെ മുതുകത്ത് എന്താണ്, ഒരു വലിയ ചിറകാണ്. അത്രയും വലിയ ചിറകിൻ്റെ വെയിറ്റ് കാരണം എന്താണ്, ആൾക്ക് നീക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. Frightened by the sight, Peleo ran to get Elisenda. അപ്പോൾ എന്താണ് പറയുന്നത്? Frightened by the sight, Peleo ran to get Elisenda, his wife. She was putting compresses on the sick child. അപ്പോൾ എന്താണ് ഇവിടെ പറയണതെന്നറിയോ? അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളുടെ പെലയോൻ എന്തായി, നല്ല രീതിക്ക് പേടിയാവാൻ തുടങ്ങി. അയ്യോ, വിറയ്ക്കാൻ തുടങ്ങി. ഇതിപ്പോൾ എന്താണ്, ഒരു വിചിത്ര ജീവി അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പെലയോ ഓടിയിട്ട് ആരുടെ പോയി? എലിസണ്ട, ഹിസ് വൈഫ്. അപ്പം നമ്മൾ 3 ക്യാരക്ടേഴ്സിനെ നമ്മളിതിൽ പഠിച്ചു. ആരൊക്കെയാടാ? പെലയോ, എലിസണ്ട ആൻഡ് ഓൾഡ് മാൻ. ഇവരുടെ 3 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ എലിസണ്ട എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? അപ്പോൾ എന്താണ് എലിസണ്ട ചെയ്തിട്ടുണ്ടായിരുന്നതെന്നറിയോ? എലിസണ്ടയുടെ ബേബിക്ക് കംപ്രസസ് ഓൺ ദ സിക്ക് ചൈൽഡ്. നമ്മുടെ പെലയോൻ്റെയും എലിസണ്ടയുടെയും ബേബിക്ക് എന്താണ്, കുറേ ദിവസങ്ങളായിട്ട് ആ കുട്ടിക്ക് വയ്യ, അങ്ങനെ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടടാ. അപ്പോൾ എന്താണ് കംപ്രസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പനിയൊക്കെ വരുമ്പോൾ ചൂട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുറേ ദിവസമായിട്ട് വയ്യ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പേജ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദ ഓൾഡ് മാൻ ഫ്രൈറ്റൻഡ് പെലയോ? അപ്പോൾ എന്തുകൊണ്ടാണ് പേടിച്ചതെന്ന് ചോദിക്കണം. നമ്മുടെ പെലയോ ഫ്രൈറ്റൻഡ് ആയിട്ട് ഓടിയിട്ട് എലിസണ്ടയുടെ അടുത്ത് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ ആ ഓൾഡ് മാൻ്റെ മുതുകത്ത് വലിയൊരു വിങ്സ്, ഒരു എനോർമസ് ആയിട്ടുള്ള വിങ്സ് കണ്ട് നമ്മുടെ പെലയോ പേടിച്ചു. സോ അതാണ് ആൻസർ. എന്താണെന്നറിയോ? ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിന്റ് ഗെറ്റ് അപ്പ്, embedded by his enormous wings. Embedded by his enormous wings, frightened by the sight, Peleo ran to get Elisenda. ആ ഒരു ഭാഗത്തിലാണ് ആൻസർ ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ആൻസേഴ്സ് ഞാൻ തരുന്നതാണ്.
വൈ വാസ് ദ ഓൾഡ് മാൻ അണബിൾ ടു ഗെറ്റ് അപ്പ്? എന്തുകൊണ്ടാണ് നമ്മളുടെ ഓൾഡ് മാന് നീക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ബിക്കോസ് എംബഡഡ് ബൈ ഹിസ് എനോർമസ് വിങ്സ്. സെയിം ആൻസേഴ്സ് ആണ് വരിക, ചെറിയ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് വരുള്ളൂ. സോ ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ത്രൂ ചോദിക്കുക, ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പാർട്ട് എത്രയും പെട്ടെന്ന് ഇടാം കേട്ടോ.